ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. കേന്ദ്ര പദ്ധതിയായ അമൃത് 2.0 കീഴിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. കേരള സകല ഗ്രാമാസൂത്രണ ആക്ടിലെ വകുപ്പ് 36 പ്രകാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അമൃത് 2.0 കീഴിൽ GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ഉദ്ദേശം വ്യക്തമാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഔദ്യോഗിക ഗസ്റ്റിലും നഗരസഭാ വെബ്സൈറ്റ്, നോട്ടീസ് ബോർഡ്, പ്രാദേശിക പ്രചാരമുള്ള 2 ദിനപത്രങ്ങൾ എന്നിവയിലും പ്രസിദ്ധീകരിക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചു. മാസ്റ്റർ പ്ലാൻ പ്രവർത്തനങ്ങൾക്ക് നഗരസഭയെ സഹായിക്കുന്നതിനായി മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അമൃത് 2.0 എന്ന പദ്ധതിയുടെ ഭാഗമായി 70 ലക്ഷം രൂപ നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മാസ്റ്റർ പ്ലാൻ അനുവദിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുമായി വടക്കാഞ്ചേരി നഗരസഭ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് കൗൺസിൽ ചേരുകയും അതിൻ്റെ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. കൗൺസിൽ തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി ഭരണസമിതി ആലോചിക്കുമ്പോൾ അതിനെല്ലാം ഓരോ അജണ്ടയ്ക്കും ആ അജണ്ട ഒന്നും നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും അനുയോജ്യകരമല്ലാത്ത സ്ഥിതിയിലുള്ള സംസാരമാണ് പ്രതിപക്ഷത്തിൻ്റേതായിട്ടുള്ളത്. പഞ്ചവത്സര പദ്ധതിക്കായി രൂപീകരിച്ചിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പുകൾക്ക് മാസ്റ്റർ പ്ലാൻ വർക്കിംഗ് ഗ്രൂപ്പിന്റെ അധിക ചുമതല കൂടെ നൽകുന്നതിനും യോഗം തീരുമാനിച്ചു. അമൃത് മിത്ര പദ്ധതിയിൽ അംഗീകാരം ലഭിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിർവഹണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു. ജൈവവൈവിധ്യം സംരക്ഷിക്കുക, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കുക, അവയുടെ ഉപയോഗത്തിൽ നിന്നും ലഭ്യമായ നേട്ടങ്ങളുടെ തുല്യവും നീതിയുക്തവുമായ പങ്കുവെക്കൽ സാധ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടി ജൈവവൈവിധ്യ പരിപാലന സമിതികൾ രൂപീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. സർക്കാർ ഓഫീസുകളിൽ പ്രീപെയ്ഡ് KSEB മീറ്റർ സംവിധാനം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൗൺസിലിൽ ചർച്ച ചെയ്തു. സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനും തീരുമാനിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല മോഹൻ OR, KP മദനൻ, PG സനീഷ്, ധന്യാനിതിൻ, കൗൺസിലർമാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത് 2.0 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര യോഗം ഇന്ന് കൗൺസിൽ വിളിച്ച് ചേർക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുള്ള 5 സബ് പ്രൊജക്റ്റുകൾ ജിയോ ഡാറ്റ ബേസിക്കൽ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. GIS മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൗൺസിൽ യോഗത്തിൻ്റെ ഭാഗമായി ഇന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി പോവുക. 2024 നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ് ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ച് നടപ്പാക്കുന്ന ഘട്ടത്തിലാണ്. കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ ഭാഗമായി അമൃത് 2.0 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി നഗരസഭയെ ഒരു ടൗണായി കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ഏകദേശം 49ഓളം വരുന്ന നഗരസഭയിൽ ഈ അമൃത് 2.0 പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയിൽ ഇനി ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി പ്രത്യേകമായിട്ട് സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആണ് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. 2 വർഷത്തോടു കൂടി ഇത് പൂർത്തീകരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഹൈദരാബാദ് കേന്ദ്രമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിൻ്റെ കൺസൾട്ടൻസി ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ സ്പെഷ്യൽ കമ്മിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. നഗരസഭയിലെ എല്ലാ
പ്രദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ വരുന്നതോടുകൂടി നിലവിലുള്ള മാസ്റ്റർ പ്ലാൻ്റെ അത് ഡിസ്ക്വാളിഫൈ ആവും എന്നുള്ളതാണ് ടൗൺ പ്ലാനിങ്ങിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഓഫീസർമാർ പറഞ്ഞിട്ടുള്ളത്.